എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പവും അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന മക്കളെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കുക്കീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് മൈദ, ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിക്കിൽ ഇതുപോലെ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിക്കോളും. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി, എന്നാലേ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ബട്ടറും പഞ്ചസാരയും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 2 മുട്ട പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ മുട്ട ചേർക്കുമ്പോൾ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും പഞ്ചസാരയും ബട്ടറും വാനില എസൻസും എല്ലാം കൂടി നന്നായിട്ട് ബീറ്റാക്കി ഈ ഒരു രീതിയിൽ നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ മുഴുവനും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കുറച്ചായിട്ട് 1-2 ടേബിൾ സ്പൂൺ വീതം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കുറഞ്ഞ സ്പീഡിൽ നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. അങ്ങനെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഞാൻ എല്ലാം കൂടി നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ പോലെ ലൂസായിട്ടല്ല ഉണ്ടാവുക, ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം ബീറ്റർ ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലേഡിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ സൈഡിലായതൊക്കെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കുക്കീസ് ഉണ്ടാക്കാനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് ആ ട്രേയിലേക്ക് ഇതുപോലൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഡോയിൽ നിന്നും ഇതുപോലത്തെ ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന ഇതാണ് എടുത്തിന്. അല്ലെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചായിട്ട് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ബേക്കാവുന്ന സമയത്ത് ഇത് വലുതാവും, അന്നേരം രണ്ടും കൂടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഒരു 15 to 20 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. അപ്പോൾ ബേക്കായതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവനില്ലാത്തവർക്ക് പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കായതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ഒന്ന് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് പോലെയാണ് ഉണ്ടാവുക. അങ്ങനെ തന്നെ എടുക്കണം, ഒരുപാട് കട്ടിയാവാനായിട്ട് നിൽക്കണ്ട. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. കുറച്ച് സോഫ്റ്റിലാണ് ഈ ഒരു കുക്കീസ് വേണ്ടത്. അപ്പോൾ ഷുഗറെല്ലാം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ നല്ല കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെയെല്ലാം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉള്ളി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.